ഒരു വലിയ വാർ നടക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഇറാനിൽ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റ് നടക്കാനുള്ള 200-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സെക്കൻഡ് വൺ, റഷ്യ അവരുടെ എല്ലാ സിറ്റിസൺസിനെയും ഇസ്രായേലിൽ നിന്നും ഇവാക്യുവേറ്റ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇറാനിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും കൂട്ടിച്ചേർന്നിട്ടായിരിക്കും യുദ്ധം ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇസ്രായേലും വലിയൊരു അടി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് എല്ലാവരും തന്നെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, അമേരിക്ക ആണവായുധങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കമാൻഡ് കൊടുക്കുന്ന E-4B എന്നുള്ള പ്ലെയിൻ ലോസ് ആഞ്ചലസ് കഴിഞ്ഞ ദിവസം കണ്ടു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു യുദ്ധത്തിന് തുടക്കമായിട്ട് അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രംപ് 2027 ഡിഫൻസിന് വേണ്ടി 1.5 ട്രില്യൺ ആണ് മാറ്റി വെച്ചിട്ടുള്ളത്. അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ ട്രംപ് ഇന്റർനാഷണൽ ലോ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വെനസ്വേലയും പ്രസിഡന്റ് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ചൈന അതേ രീതിയിൽ തന്നെ തായ്വാനെയും നേരിടുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അമേരിക്ക എന്തുകൊണ്ടാണ് ഇതുവരെ ഇറാനെ അറ്റാക്ക് ചെയ്യാത്തതെന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെനസ്വേലയെ പോലെ അത്ര ഈസി ആയിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ട്രംപിന് അറിയാം. കാരണം 2025 ഇസ്രായേൽ അറ്റാക്കിംഗ് സമയത്ത് എന്താണ് ഉണ്ടായതെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. സോ ട്രംപ് വളരെ നൈസായിട്ട് ഒരു ആഭ്യന്തര കലാപം അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതൊരു രാജ്യത്തെ അമേരിക്ക വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്ന കാര്യം അവിടെ ഉപരോധം കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഇറാന്റെ പേരിൽ 1979 മുതൽ ഓരോ ഘട്ടങ്ങളായിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അതായത് യൂറോപ്യൻ യൂണിയനും US-ഉം എല്ലാവരും ചേർന്ന് ആ ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപരോധങ്ങൾ നിർത്താതെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് 3 രാജ്യങ്ങളാണ്. ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് വെനസ്വേലയാണ്, രണ്ടാമത്തെ സൗദി അറേബ്യ, മൂന്നാമത് ഇറാനാണ്. ഇതിൽ സൗദി അറേബ്യ എന്നുള്ള രാജ്യം വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇറാനെയും വെനസ്വേലയും നോക്കി കഴിഞ്ഞാൽ മതി, അമേരിക്കക്ക് താഴ്ന്നു കൊടുക്കാത്തത് കൊണ്ട് മാത്രം ഇത്രയും അധികം ഓയിൽ റിസർവ് ഉണ്ടായിട്ട് പോലും എക്കണോമിയെ വളർത്താൻ കഴിയാത്ത 2 രാജ്യങ്ങളാണ് ഇറാനും വെനസ്വേലയും. സോ തീർച്ചയായിട്ടും 2026-2027 കാലഘട്ടത്തിൽ ഒരു വലിയ യുദ്ധം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. ബൈ.